അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷ്നോ ഫോർവേഡ്. ഈ വിദേശത്ത് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർ സാധാരണ നാട്ടിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വരിക. അവിടെ പോകണം, ഇവിടെ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഒരു കോഴ്സ് പഠിക്കണം, ഇങ്ങനെ നോളജ് അപ്ഡേറ്റ് ചെയ്യണം, പല പദ്ധതിയുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പലപ്പോഴും ഇതൊന്നും നടക്കാറില്ല. ഇവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ സമയമുണ്ടല്ലോ, 2 മാസമുണ്ടല്ലോ ചെയ്യാം, അല്ലെങ്കിൽ 6 മാസമുണ്ടല്ലോ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാതെ പടച്ചോനെ ദിവസമെല്ലാം കടന്നു പോയല്ലോ എന്ന രീതിയിൽ അങ്ങനെ പോകുകയാണെങ്കിൽ ആദ്യം ആ ഒരു ഫ്രീ കഴിഞ്ഞാൽ ഫാമിലി എൻഗേജസായി, കൂട്ടുകാരായി, കുടുംബക്കാരായി ഇങ്ങനെ എൻഗേജ്ഡായിട്ട് തിരിയാനും മറിയാനും സമയമില്ലാതെ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. പ്രത്യേകിച്ച് നീ ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ, അവിടുത്തെ പരിപാടിക്ക് നീ പോയേ പറ്റൂ. ഈ തരത്തിൽ എല്ലാവരും അങ്ങ് പിടിച്ച് വലിച്ച് മറിക്ക് നട്ടലിലൊളിച്ച് അവിടെ കിടത്തും. ഒരു കാര്യവും നടക്കാറില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പറയുന്നത്. നാട്ടിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയും എക്സിക്യൂഷൻ തന്നെ ആരംഭിക്കുകയും ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ, ഒരു യാത്രയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് ടിക്കറ്റുകളടക്കം എടുത്തു വരിക. എന്നാൽ പിന്നെ നേരത്തെ പറയാലോ, 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നമ്മൾ നാട്ടിൽ ഉണ്ടാവുകയില്ല, ഫാമിലി അടക്കം ഞങ്ങൾ ഒരു യാത്ര പോകുന്നു അങ്ങനെ പറയാം. അപ്പോൾ ഫാമിലി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്തെങ്കിലും നിശ്ചയിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകില്ല, ഇത് ഫിക്സ്ഡ് ആണ് എന്ന ഒരു തരത്തിൽ നേരത്തെ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനും പറ്റും. ഇനി അതുപോലെ തന്നെ കോഴ്സിൻ്റെ കാര്യമാണെങ്കിൽ മൊത്തത്തിൽ അന്വേഷിച്ച് കഴിഞ്ഞ് അഡ്മിഷൻ അടക്കം ഫീസ് അടച്ചെടുത്തു വെക്കുക. എന്നാൽ പിന്നെ അടുത്ത ചാൻസ് ആവാം എന്ന് നമ്മൾ പതുക്കെ അത് ലേഗ് ചെയ്തു പോകുകയാണെങ്കിൽ, അപ്പോൾ ഈ രീതിയിൽ തന്നെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെക്കേഷൻ നമുക്ക് ആഗ്രഹം നിറവേറ്റാൻ സാധിക്കും. പിന്നെ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫാമിലിയെ കൊണ്ടായിരിക്കണം യാത്ര ചെയ്യാൻ. ഫ്രണ്ട്സുമായിട്ട് പോകണ്ട എന്നല്ല, പക്ഷേ ഗൾഫിൻ്റെ ഭർത്താക്കന്മാരുള്ള ഫാമിലിയുള്ള ആൾക്കാരാണെങ്കിൽ അവർ പ്രത്യേകിച്ച് നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ കൂടെ ഉൾക്കൊള്ളുന്ന യാത്ര ധാരാളമായിട്ട് സമയങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹം വർദ്ധിപ്പിക്കാൻ സഹായകരമാകുന്ന രീതിയിലുള്ള പ്ലാനിംഗ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നാട്ടിലെത്തി നോക്കാം എന്ന് കരുതിയാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് മാത്രമല്ല, സീസൺ ആയതുകൊണ്ട് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥകളിലേക്ക് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇനി എല്ലാം പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഉള്ള 2 മാസം കൊണ്ട് നല്ല വെക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.